സലീമിൻ്റെ വേർപാട് സത്യത്തിൽ വല്ലാതെ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലൊരു മഴക്കാലത്ത് സലീം നമ്മളെ വിട്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഒരു മഴക്കാലത്താണ് ഞാൻ സലീമിനെ ആദ്യമായിട്ട് കാണുന്നത്. സലീം അന്ന് പറവൂരിന്ന് കൊടുങ്ങല്ലൂർ വന്നിട്ട് സിനിമകൾ കാണാം. അപ്പോൾ എൻ്റെ ഏതൊരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഗൾ തിയേറ്ററിൽ നിന്ന് സിനിമയെ കണ്ടിട്ട് നേരെ മഴ നനഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുവാണ്. സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. അന്ന് സലീം മിമിക്രി ആയിട്ടൊക്കെ നടക്കുന്ന സമയമാണ്. അതാണ് എൻ്റെ ആദ്യത്തെ കാഴ്ച. പിന്നെ മിക്കവാറും സിനിമകളൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു സലീം. അങ്ങനെ ഒരു അടുപ്പം തുടങ്ങിയതാണ്. അതിനുശേഷം സലീം നടനായി. കുറച്ച് കാലത്തിന് ശേഷമാണ് ഗ്രാംഫോൺ എന്ന് പറയുന്ന സിനിമയിൽ തബല ഭാസ്കർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് ഞാൻ സലീമിനെ അവിടെ പറയുന്നു, ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക. സലീം സത്യത്തിൽ പേടിച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. കാരണം അത്രയും സീരിയസ് ആയൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നെ തബല വായിക്കുന്നുണ്ട്, അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ നിർബന്ധിച്ചു. അതിൽ അഭിനയിച്ചത് മാത്രമല്ല, തബല വായിച്ച സീൻ നിങ്ങളെല്ലാവരും കണ്ടു കാണും. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തബല വായിച്ചതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ, എന്തും ഏത് ടൈപ്പ് റോള് ചെയ്യാനുള്ള ഒരു ഡെഡിക്കേഷൻ അന്ന് മുതൽ സലീമിനുണ്ടായിരുന്നു. അതിനുശേഷമാണ് സീരിയസ് റോളുകൾ ചെയ്യാനായിട്ട് സലീമിനൊരു ധൈര്യം ഉണ്ടാകുന്നത്. പിന്നീട് നമുക്കറിയാം അച്ഛനുറങ്ങാത്ത വീടും ആദാമിൻ്റെ മകൻ അബു പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുകയും അദ്ദേഹത്തിന് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ വേഴ്സറ്റൈലായിട്ടുള്ള ആക്ടറായിരുന്നു. കോമഡി അദ്ദേഹം ചെയ്തിട്ടുള്ള കോമഡി വേഷങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എൻ്റെ 4-5 സിനിമകളിൽ സലീം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സലീം വ്യക്തി എന്നുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുക, അതിപ്പോൾ ആരാണെന്നൊന്നുമില്ല, മുഖം നോക്കാതെ അഭിപ്രായം പറയുന്ന ഒരാളായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൃത്യമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുറന്നു പറയാനും അദ്ദേഹം പഠിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ മികച്ച വേഷങ്ങൾ അഭിനയിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാ രംഗത്തും സംവിധാനം ചെയ്തു. 3 സിനിമ സംവിധാനം ചെയ്തു. അതിൽ കറുത്ത ജൂതൻ എന്ന് പറയുന്ന സിനിമ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കാൻ, അതിൻ്റെ കഥയൊക്കെ എന്നോട് നേരത്തെ സലീം സംസാരിക്കുമായിരുന്നു. കാരണം ജൂതന്മാരിൽ തന്നെ ഈ അവർണനും സവർണനും ഉണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ആ സിനിമ കണ്ടിട്ടാണ്. അപ്പോൾ അത്തരം കാഴ്ചപ്പാടുകളാണ് ഒരു സിനിമ ചെയ്യുമ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എഴുത്തായാലും ശരിയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ട്രോളുകളൊക്കെ ആയിട്ട് ഇനിയും ഒരുപാട് കാലം നമ്മളുടെ ഇടയിൽ സലീംകുമാർ ജീവിക്കുക തന്നെ ചെയ്യും. ഇതുപോലുള്ള കലാകാരന്മാർ നമ്മൾ വിട്ടുപോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പകരം വയ്ക്കാൻ ഇനി അതുപോലെ ഒരാളുണ്ടാകില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. അക്കൂട്ടത്തിൽ സലീമും നമ്മളെ വേർപെട്ട് പോകുമ്പോൾ വലിയൊരു നഷ്ടമാണ് മലയാള സിനിമയ്ക്കുണ്ടായത് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.